വെൽക്കം ടു മൈ ഹോസ്പിറ്റൽ. തലച്ചോറിൽ കാണപ്പെടുന്ന എല്ലാ മുഴകളും ക്യാൻസർ ആണോ? എങ്ങനെ തിരിച്ചറിയാം? നമ്മളോട് സംസാരിക്കുന്നു ഡോക്ടർ സരീഷ് കുമാർ, സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജറി ആൻഡ് സ്പൈൻ സർജറി, മാർസ്ലെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, പാല. നമസ്കാരം, ഞാൻ ഡോക്ടർ സരീഷ് കുമാർ, പാല മാർസ്ലെ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സർജറി വിഭാഗം HOD ആണ്. തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ ആളുകളെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമറുകൾ. ബ്രെയിൻ ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുന്നോട്ടേക്കുള്ള ജീവിതത്തെക്കുറിച്ച് എല്ലാവർക്കും വളരെയധികം ആശങ്കകളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഏറെ തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് തലച്ചോറിനെ ബാധിക്കുന്ന ബ്രെയിൻ ട്യൂമറുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളെന്നും അതിന്റെ ശരിവശങ്ങൾ എന്താണ് എന്നുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് തലച്ചോറിൽ ബാധിക്കുന്ന മുഴകളെല്ലാം തന്നെ ക്യാൻസറുകളാണെന്നാണ്. സത്യത്തിൽ തലച്ചോറിനെ ബാധിക്കുന്ന മുഴകളിൽ ഭൂരിപക്ഷം മുഴകളും ക്യാൻസറുകളല്ലാത്ത മുഴകൾ തന്നെയാണ്. കൃത്യമായ സമയത്ത് കൃത്യമായ ചികിത്സകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഴകളിൽ നിന്ന് ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതും തന്നെയാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം രോഗലക്ഷണങ്ങളെ കൃത്യമായി തിരിച്ചറിയാന്നുള്ളതാണ്. വിട്ടുമാറാത്ത തലവേദന, ഛർദി, ബലക്കുറവ്, കൈകാലുകൾക്ക് തളർച്ച, അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു വിദഗ്ധ ചികിത്സ നേടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് തലച്ചോറിലെ മുഴകൾ ചെറുപ്പക്കാരെ വരാറില്ല, പ്രായമായവരാണ് കൂടുതലും വരുന്നതെന്ന്. സത്യത്തിൽ ചെറുപ്പക്കാരിലും തലച്ചോറിൽ മുഴകൾ ഉണ്ടാവാറുണ്ട്, അത് കൂടുതലായും കണ്ടുവരുന്നുമുണ്ട്. അപ്പോൾ അതും ഈ പറയുന്ന ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ, MRIയോ CT സ്കാനോ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായി നമുക്കത് കണ്ടുപിടിക്കാനും കൃത്യമായ ചികിത്സ കൊടുക്കാനും സാധിക്കുന്നത് തന്നെയാണ്. പിന്നെ ആളുകൾ പൊതുവെ പറയാറുള്ള ഒരു കാര്യം, മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൊണ്ട് തലച്ചോറിൽ ട്യൂമറുകൾ കൂടി വരുന്നു എന്നുള്ളത്. ഇതുവരെയുള്ള ഒരു പഠനങ്ങളിലും മൊബൈൽ ഫോണുകളുടെ ഉപയോഗം കൊണ്ട് തലച്ചോറിൽ ട്യൂമറുകൾ ഉണ്ടാവുന്നതായി തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പുതിയ എവിഡൻസ് അനുസരിച്ച് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് തലച്ചോറിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട്. അവരുടെ മാനസികപരമായും ആരോഗ്യപരമായും പല പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ട്യൂമറുകളുടെ എണ്ണത്തിൽ വർധനകൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള പഠനങ്ങൾ തെളിയിക്കുന്നത്. അതുപോലെ പല ട്യൂമറുകളും നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കില്ല എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ പല ട്യൂമറുകളെയും നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്കത് കൃത്യമായി ചികിത്സിച്ച് മാറ്റാൻ സാധിക്കുകയും ചെയ്യും. ബ്രെയിൻ ട്യൂമറുകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ ഒരു സംശയം ആളുകൾ പറയാറുള്ളത് ബ്രെയിൻ ട്യൂമറിന്റെ ചികിത്സ ഒന്നും ഫലപ്രദമല്ല എന്നാണ്. സത്യത്തിൽ നേരത്തെ കണ്ടുപിടിക്കുന്ന പല ട്യൂമറുകളെയും സർജറിയിലൂടെ പൂർണ്ണമായും നമുക്ക് നീക്കാൻ സാധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്യൂമറുകളുടെ ഗ്രേഡിംഗ് അനുസരിച്ച് മുമ്പോട്ടുള്ള ചികിത്സകൾ, ഇപ്പോൾ തലച്ചോറിലെ മുഴകളിൽ 1 തൊട്ട് 4 വരെ ഗ്രേഡിങ്ങുകൾ ഉണ്ടാവും. അതിൽ 1ഉം 2ഉം ക്യാൻസറുകളല്ലാത്ത മുഴകളും 3ഉം 4ഉം ഗ്രേഡുകളിലേക്ക് പോകുന്ന ഗ്ലയോമ പോലുള്ള മുഴകൾ ക്യാൻസറുകളും ആണ് സാധാരണ കാണുന്നത്. ഈ ക്യാൻസറുകളായിട്ട് വരുന്ന ട്യൂമറുകൾക്ക് നമ്മൾ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും പോലുള്ള ചികിത്സകൾ കൊടുക്കാറുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ തന്നെ ആളുകൾക്ക് പൂർണ്ണമായും രോഗവിമുക്തി നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്ന മുഴകളിൽ സാധിക്കാറുണ്ട്. എന്നാൽ താമസിച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ പോലും അവരുടെ ജീവിത ദൈർഘ്യം കൂട്ടിക്കൊടുക്കാൻ നമുക്ക് പുതിയ ആധുനിക ചികിത്സകളിലൂടെ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളിൽ എല്ലാ ബ്രെയിൻ ട്യൂമറുകളും ഈ അപസ്മാരം ഉണ്ടാക്കാറുണ്ടെന്ന് പറയാറുണ്ട്. സത്യത്തിൽ എല്ലാ ബ്രെയിൻ ട്യൂമറുകളും അപസ്മാരം ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. പലപ്പോഴും തലവേദനയും ഛർദിയും അല്ലെങ്കിൽ ബലക്കുറവോ അങ്ങനെയുള്ള ലക്ഷണങ്ങളോടുകൂടി തന്നെയാണ് ബ്രെയിൻ ട്യൂമറുകൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഈ ചികിത്സകളിൽ തന്നെ എല്ലാ ട്യൂമറുകളും തലയൊട്ടി തുറന്ന് തന്നെ ചെയ്യേണ്ടത് വരില്ലേ എന്ന് സാധാരണ ആളുകൾ ചോദിക്കാറുണ്ട്. എല്ലാ ട്യൂമറുകൾക്കും നമുക്ക് തലയൊട്ടി തുറന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വരുന്ന ട്യൂമറുകൾ, അതായത് തലച്ചോറിന്റെ മുൻഭാഗത്ത് വരുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ട്യൂമറുകളെ നമുക്ക് മൂക്കിലൂടെയുള്ള ചെറിയ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ കീ ഹോളുകളിലൂടെ ഈ വെൻട്രിക്കിളിനുള്ളിലുള്ള മുഴകളെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ മുഴകൾക്കും എല്ലാ ട്യൂമറുകൾക്കും തലയൊട്ടി തന്നെ തുറന്നുകൊണ്ടുള്ള ശസ്ത്രക്രിയയുടെ ആവശ്യം വേണ്ടിവരില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം.